പരാതിരഹിതമായ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ശേഷം ശബരിമല നടയടച്ചപ്പോൾ ലഭിച്ചത് 110 കോടിയുടെ അധിക വരുമാനം. സന്നിധാനത്ത് ഭക്തജന പ്രവാഹമായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. ആകെ 53 ലക്ഷം തീർത്ഥാടകർ ദർശനം നടത്തി. നാണയങ്ങൾ ഉൾപ്പെടെ കാണിക്ക പൂർണ്ണമായും എണ്ണിത്തീർന്നപ്പോൾ കാണിക്കയിനത്തിൽ മാത്രം 17 കോടി രൂപയാണ് കൂടുതൽ ലഭിച്ചത്. അങ്ങനെ കഴിഞ്ഞ വർഷത്തേക്കാൾ 110 കോടി രൂപയുടെ അധിക വരുമാനം ലഭിച്ചു. രാവിലെ നട തുറന്ന് നിർമ്മാല്യത്തിന് ശേഷം രാജപ്രതിനിധിയുടെ ദർശനത്തിനായി അയ്യപ്പനെ ഒരുക്കി. തന്ത്രി കണ്ഠര രാജീവരുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും നടന്നു. തുടർന്ന് തിരുവാഭരണ വാഹക സംഘം തിരുവാഭരണ പേടകങ്ങളുമായി അയ്യനെ വണങ്ങി അനുവാദം വാങ്ങി 18ാം പടി ഇറങ്ങി. തുടർന്ന് രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മ സോപാനത്തെത്തി അയ്യപ്പ ദർശനം നടത്തി. മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി അയ്യപ്പ വിഗ്രഹത്തിൽ ഭസ്മാഭിഷേകം നടത്തിയതിനെ തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ ജപമാലയും യോഗദണ്ഡും അണിയിച്ചു. ഈ ചടങ്ങുകൾക്ക് ശേഷം ഹരിവരാസനം ചൊല്ലി വിളക്കുകൾ അണച്ച് മേൽശാന്തി ശ്രീകോവിലിന് പുറത്തിറങ്ങി നടയടച്ചു. ആചാരപരമായി ശ്രീകോവിലിന്റെ താക്കോൽ രാജപ്രതിനിധിക്ക് കൈമാറി. 18ാം പടി ഇറങ്ങിയ ശേഷം അടുത്ത ഒരു വർഷത്തെ പൂജ നടത്താൻ രാജപ്രതിനിധി ശ്രീകോവിലിന്റെ താക്കോൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു വി നാഥിന് കൈമാറി. പൂജകൾക്കുള്ള ചെലവിനായി പണക്കിഴിയും നൽകി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, അംഗം എ അജികുമാർ എന്നിവർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. തുടർന്ന് രാജപ്രതിനിധിയും സംഘവും പന്തളം കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. തിരുവാഭരണ ഘോഷയാത്ര പമ്പ, വലിയാനവട്ടം, അട്ടത്തോട്, നിലയ്ക്കൽ വഴി രാത്രി ലാഹ ഫോറസ്റ്റ് സത്രത്തിൽ തങ്ങും. 21-ന് റാന്നി പെരുന്നാട് കക്കാട്ടുകോയിക്കൽ ക്ഷേത്രത്തിൽ തിരുവാഭരണം ചാർത്തും. 22-ന് മാടമൺ, വടശ്ശേരിക്കര, ഇടക്കുളം, റാന്നി, കുത്തുകല്ലുംപടി, പേരൂർച്ചാൽ, പുതിയകാവ് വഴി വൈകിട്ട് ആറന്മുള കൊട്ടാരത്തിലെത്തി അവിടെ തങ്ങും. 23-ന് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് മടങ്ങിയെത്തും. അതേസമയം മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനോടനുബന്ധിച്ച് നടത്തിയ സർവീസുകൾ വഴി KSRTCക്ക് ലഭിച്ചത് 32.95 കോടിയുടെ വരുമാനമാണ്. മണ്ഡലകാലം ആരംഭിച്ചത് മുതൽ 35,000 ദീർഘദൂര സർവീസുകളും പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ആകെ 1,43,468 ചെയിൻ സർവീസുകളും നടത്തി. ആകെ 59.78 ലക്ഷം ആളുകളാണ് KSRTC വഴി യാത്ര ചെയ്തത്. 14-ന് മകരവിളക്ക് ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയ തീർത്ഥാടകർക്കായി വൈകിട്ട് 7 മുതൽ 15-ന് പുലർച്ചെ 5:30 വരെ ഇടമുറിയാതെ പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ചെയിൻ സർവീസുകൾ നടത്തി. അതോടൊപ്പം ചെങ്ങന്നൂർ, കോട്ടയം, കുമളി, തിരുവനന്തപുരം, തൃശൂർ, തെങ്കാശി, ഗുരുവായൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ദീർഘദൂര സർവീസുകളും നടത്തി. 19-ന് രാത്രി വരെ ചെയിൻ സർവീസുകളും ജനുവരി 20-ന് രാവിലെ 8 വരെ ദീർഘദൂര സർവീസുകളും ഉണ്ടായി. KSRTC പമ്പ സ്പെഷ്യൽ ഓഫീസറാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.